ഞാൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ 2020 വേണ്ടിയിട്ട് NDA കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ മത്സരത്തിൽ നിന്നും ഇപ്പോൾ ഞാൻ ഔദ്യോഗികമായിട്ട് പിന്മാറുന്ന വിവരം എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. കാരണം പല ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും ഞാൻ വോട്ടില്ലാത്ത ആളാണോ, വോട്ട് പിന്നെ ഇതുവരെ ചെയ്യാത്ത ആളാണോ, ഇങ്ങനെയുള്ള ഒരാളാണോ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വോട്ടില്ല എന്നത് ശരിയാണ്. കാരണം അത് പിന്നെ ഒരു അഡ്രസ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. 18 വയസ്സ് പൂർത്തിയായ കാലം മുതൽ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വരെ തൃക്കാക്കരയിൽ വോട്ട് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതിന് മുമ്പ് ലോക്സഭാ ഇലക്ഷൻ ആയിരുന്നു. അതിന് മുൻപത്തെ നിയമസഭാ ഇലക്ഷന്റെ കാലത്ത് നമ്മൾ തൃക്കാക്കരയിൽ നിന്നും തൃശ്ശൂർ പോയിട്ടാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ നമ്മുടെ SIR സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ആ അപ്ഡേഷനിൽ വന്ന ഒരു അഡ്രസ്സിന്റെ എറർ കൊണ്ട് മാത്രമാണ് എനിക്ക് അത് പെൻഡിങ് ആയി, SIR സർട്ടിഫിക്കറ്റ് പെൻഡിങ് ആയി പോയി. അപ്പോ ഇപ്പൊ നമ്മൾ ഇലക്ഷൻ നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു ഡോക്യുമെന്റ് വളരെ നമുക്ക് നിർബന്ധമാണ്. ആ ഡോക്യുമെന്റ് ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനായിട്ട് ഇത്തവണ നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അത് എന്നെ പോലെ ഈ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ആ സിറ്റിസൺഷിപ്പ് പേപ്പർ, അത് കാർഡ്, അത് നിർബന്ധമാണ്. അപ്പോൾ ഇത് ലഭിച്ചിട്ടില്ലാത്തവരെല്ലാം അത് എടുക്കണം എന്നും കൂടി ഞാനിപ്പോ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ എനിക്കതിൽ ഇങ്ങോട്ട് വീട് മാറിയപ്പോ ഒരു അഡ്രസ് ചേഞ്ച് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. 22 അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 22-ാം തീയതി മാത്രമായിരിക്കും ആ ഡോക്യുമെന്റ് ഔദ്യോഗിക ഒരു രേഖയായിട്ട് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 23-ാം തീയതിയാണ് നമ്മളുടെ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. അപ്പോൾ എപ്പോഴും നമ്മൾ നോമിനേഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിലൊരു സ്ക്രൂട്ടിനി ഉണ്ടാവും, അതിന്റെ പരിശോധനകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ചെയ്ത് നമ്മൾ നോമിനേഷൻ കൊടുക്കേണ്ട തീയതിയും ഈ 23 എന്ന് പറയുന്ന ഒരു തീയതിയാണ്. അപ്പം ഇതിൽ ഈ പേപ്പർ എന്ന് പറയുന്നത് SIRന്റെ ഈ ഫോമും അതോടൊപ്പം നമ്മളുടെ വോട്ടേഴ്സ് ലിസ്റ്റും നമുക്ക് നോമിനേഷന്റെ ഒപ്പം വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മത്സരിക്കാനായിട്ട് സാധിക്കുക. 22-ാം തീയതി നമുക്ക് കിട്ടും. അതുകൊണ്ട് പാർട്ടി ആ റിസ്ക് എടുക്കാൻ 2020 ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നുവെങ്കിലും എങ്ങാനും എന്തെങ്കിലും സ്ക്രൂട്ടണി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഒരു കാൻഡിഡേറ്റിനെ നിർത്താൻ സാധിക്കാതെ ആയിപ്പോവും. കാരണം എന്റെ മുന്നിൽ വേറൊരു ദിവസം ഒരു 24 അവേഴ്സും കൂടി എനിക്ക് കിട്ടുമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് തൊട്ടടുത്ത ദിവസത്തേക്ക് അത് കൊടുക്കാം. എന്നാൽ ഈ ഒരു 24 മണിക്കൂറും കൂടി സമയം നമ്മുടെ മുന്നിൽ കിട്ടാത്തത് കൊണ്ട് ഞാനാണ് പാർട്ടിയോട് പറഞ്ഞത്, ഞാൻ ധൈര്യപൂർവ്വം ഞാൻ ഇതിൽ നിന്ന് പിന്മാറാം, ധൈര്യപൂർവ്വം വേറൊരാളിനെ നോക്കിക്കൊള്ളൂ, വെച്ചുകൊള്ളൂ എന്ന് ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭാരത ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ ഒരിക്കലും വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയമല്ല. ഞങ്ങൾക്ക് രാഷ്ട്രവും ഞങ്ങളുടെ രാഷ്ട്രീയവുമാണ് വലുത്. ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കഴിഞ്ഞ നാള് ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല BJP ആണെങ്കിലും NDA ആണെങ്കിലും 2020 ആണെങ്കിലും. ഓക്കെ, അതുകൊണ്ട് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുക, പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് പോവുക, പാർട്ടിക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുക എന്നത് തന്നെയാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് എന്നെ പോലൊരു വ്യക്തി എന്നത് ഒരു പാർട്ടിക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എന്നെ പോലെ നല്ല പാർട്ടിക്ക് ആരും നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഇത് ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ ഔദ്യോഗികമായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചുകൊണ്ടോ വേദനിപ്പിച്ചുകൊണ്ടോ അയക്കുന്ന കമന്റുകളിലൊന്നും അങ്ങനെ തളർന്നു പോകുന്ന, തലകുനിച്ചിരിക്കുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പിന്നെ പല കമന്റുകളും കാണുന്നുണ്ട്, കാശ് വാങ്ങിച്ചിട്ട് മത്സരിച്ചു, കാശ് കിട്ടിയത് ലാഭമായതുകൊണ്ടിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരു ഇലക്ഷന് കാശ് കൊടുത്ത് വിലക്ക് വാങ്ങുന്ന ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെയൊന്നും സാധിക്കില്ല. അതൊക്കെ സാധാരണ നിങ്ങളെ പോലെയുള്ള എന്താ പറയാ മറ്റുള്ളവരെ കുറ്റം പറയാനും പരിഹസിക്കാനും മാത്രം ഇരിക്കുമ്പോൾ നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ്. അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അതും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്തിൽ ഇല്ല. അതോടൊപ്പം സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. തീർച്ചയായിട്ടും എന്താ പറയാ
എന്റെ രാഷ്ട്രീയവും എന്റെ നിലപാടുകളും എന്റെ അഭിപ്രായങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ കഴിഞ്ഞ കാലങ്ങളൊക്കെയായിട്ട് നിരന്തരം നിങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇനി NDAയുടെ 2020യുടെ ഒക്കെ വേദികളിൽ ഞാൻ പ്രചരണത്തിനായിട്ട് മുൻനിരയിൽ ഉണ്ടാവും എന്ന് തന്നെ അറിയിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ആഗ്രഹത്തിന്റെയും പുറകെ അങ്ങനെ അങ്ങ് പോകുന്ന വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ട് എനിക്കതിൽ യാതൊരു വിഷമോ നിരാശയോ ഒന്നുമില്ല. അതുകൊണ്ട് മുൻനിരയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. അപ്പോ പുതുതായിട്ട് വരുന്ന കാൻഡിഡേറ്റിന് ഞാൻ എന്റെ എല്ലാവിധ വിജയാശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ എല്ലാ പ്രചരണ വേദികളിലും ഞാൻ BJPയുടെയും NDAയുടെയും 2020യുടെയും വേദികളിൽ ഞാൻ ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ പെരുമ്പാവൂരിലെ വോട്ടർമാരോടാണ് ഞാൻ നന്ദി അറിയിക്കുന്നത്. കാരണം ഇന്നലത്തെ ഒരു അന്തരീക്ഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പെരുമ്പാവൂരിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ജനസമുദ്രം അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടർമാരോട് എന്നെ കാണാനായിട്ട് വന്ന കാത്തിരുന്ന എന്നെ ആഗ്രഹിച്ച എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോ എന്തായാലും പെരുമ്പാവൂരിന് വേണ്ടിയിട്ട് മുൻനിരയിൽ തന്നെ ഉണ്ടാവും, ഒപ്പം മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.